യോഗി ആദിത്യനാഥിന്റെ സർക്കാർ യുപിയിൽ അധികാരത്തിലേറിയത് 2017 അതിനു മുൻപ് മുലായം സിംഗ് യാദവും അഖിലേഷ് യാദവും മായാവതിയുമൊക്കെ ക്രിമിനലുകളോട് സ്വീകരിച്ചിരുന്നത് മൃദു സമീപനമാണ്. ജയിലിൽ കിടക്കേണ്ടിയിരുന്ന പല ക്രിമിനലുകളും സമാജ്വാദി പാർട്ടിയുടെയും ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെയും ടിക്കറ്റുകളിൽ മത്സരിച്ച MLA മാരും MP മാരും ഒക്കെയായി. പക്ഷേ യോഗി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം കളി മാറി. ആരെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്താൽ അവരെ വകവരുത്തിയിരിക്കും. 2017 അധികാരത്തിലേറിയ യോഗി ഒരു മാസത്തിനുള്ളിൽ ഒരു TV ഷോയിലൂടെ നൽകിയ താക്കീതായിരുന്നു ഇത്. 2017 മുതൽ 2025 ജൂലൈ വരെ യുപിയിൽ പോലീസ് എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടത് 238 ക്രിമിനലുകളാണ്. 30,000 ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്തു. ഇതിൽ കൂടുതലും ഏറ്റുമുട്ടലുകൾ നടന്നത് പടിഞ്ഞാറൻ യുപിയിലാണ്, പ്രത്യേകിച്ച് മീററ്റിൽ. 8 വർഷത്തിനുള്ളിൽ 238 പേർ കൊല്ലപ്പെട്ട 14,973 എൻകൗണ്ടറുകൾ യുപിയിൽ നടന്നു എന്നാണ് സംസ്ഥാന പോലീസ് മേധാവി രാജീവ് കൃഷ്ണ തന്നെ വ്യക്തമാക്കിയത്. 9,467 പ്രതികളെ കാലിൽ വെടിവെച്ചിട്ടു. 30,694 പേരെ ഗുണ്ട ആക്ട് അനുസരിച്ച് അറസ്റ്റ് ചെയ്തു. മീററ്റിൽ നിന്ന് മാത്രം അറസ്റ്റ് ചെയ്തത് 7,969 പേരെയാണ്. ഇവിടെ 2,911 പേർക്ക് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ പരിക്കേറ്റു. ആഗ്രയിൽ 5,529 പേരെയും ബറേലിയിൽ 4,383 പേരെയും അറസ്റ്റ് ചെയ്തു. ഏറ്റുമുട്ടലിൽ ആഗ്രയിൽ 741 പേർക്കും ബറേലിയിൽ 921 പേർക്കും പരിക്കേറ്റു. വാരണാസി ഉൾപ്പെടുന്ന കിഴക്കൻ യുപിയിൽ 2,029 ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ കണക്ക്. 620 പേർക്ക് ഏറ്റുമുട്ടലിൽ പരിക്കേൽക്കുകയും ചെയ്തു. പടിഞ്ഞാറൻ യുപിയിലെ ഗൗതം ബുദ്ധ് നഗർ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായത്. 1,989 പേരെയാണ് അവിടെ അറസ്റ്റ് ചെയ്തത്. ഈ മേഖലയിൽ പോലീസുമായുള്ള വെടിവയ്പിൽ 1,180 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതേസമയം കൊല്ലപ്പെട്ടവരുടെയും അറസ്റ്റിലായവരുടെയും ജാതിയും മതവും നോക്കിയാൽ നടത്തിയ ഏറ്റുമുട്ടൽ കൊലകളുടെ അജണ്ട വ്യക്തമാകുമെന്നായിരുന്നു സമാജ്വാദി പാർട്ടിയുടെ വിമർശനം. ബഹുജൻ സമാജ് പാർട്ടിയും കോൺഗ്രസും യോഗി സർക്കാരിനെതിരെ രംഗത്തു വന്നു. പല ക്രിമിനൽ കേസ് പ്രതികളുടെയും വീടുകൾ യോഗി സർക്കാർ ബുൾഡോസറുകൾ കൊണ്ട് ഇടിച്ചു നിരത്തി. പിന്നീട് സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ സമാജ്വാദി, ബഹുജൻ സമാജ്, കോൺഗ്രസ് പാർട്ടികൾ ഈ വിഷയത്തെ മതവുമായി കൂട്ടിക്കലർത്തി സമൂഹത്തിൽ തെറ്റിദ്ധാരണയുണ്ടാക്കാനായിരുന്നു ശ്രമിച്ചത്. കാരണം മതം നോക്കിയിട്ടായിരുന്നില്ല എൻകൗണ്ടറുകൾ നടന്നിരുന്നത് എന്ന് കൊല്ലപ്പെട്ടവരുടെ പട്ടിക വ്യക്തമാക്കുന്നുണ്ട്. 8 പോലീസുകാരെ വെടിവെച്ചു കൊന്ന കുപ്രസിദ്ധ ഗുണ്ടാത്തലവൻ വികാസ് ദുബെ, ഉമേഷ് പാൽ വധക്കേസിലെ പ്രതിയും സമാജ്വാദി പാർട്ടി മുൻ MP ആത്തിഖ് അഹമ്മദിന്റെ മകനുമായ ആസാദ് അഹമ്മദും ഇയാളുടെ സഹായി ഗുലാം മുഹമ്മദും അടക്കം കൊല്ലപ്പെട്ടവരുടെ പട്ടികയിൽപ്പെടുന്നു. DCP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 8 പോലീസുകാരെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം കടന്നുകളഞ്ഞ വികാസ് ദുബെയുടെ തലവര എൻകൗണ്ടറിലൂടെ കൊല്ലപ്പെടുന്നതായിരുന്നു എന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. കുറ്റകൃത്യവും രാഷ്ട്രീയവും ഇഴുകിച്ചേർന്നതാണ് ഉത്തർപ്രദേശിന്റെ പ്രത്യേകത. കൊടും ക്രിമിനലുകൾ രാഷ്ട്രീയ നേതാക്കന്മാരായി മാറുന്നത് യുപിയിൽ സർവ്വസാധാരണമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് കുറ്റവാളികൾക്കെതിരെ എൻകൗണ്ടർ ഉൾപ്പെടെയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പുമായി യോഗി എത്തുന്നത്. യോഗിയുടെ പിന്തുണയുടെ ബലത്തിൽ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റുകളായ പോലീസ് ഉദ്യോഗസ്ഥർ കളത്തിലിറങ്ങി. ഇതോടെ നിരവധി ക്രിമിനലുകൾ വെടിയേറ്റു വീണു. ഇതിനെതിരെ വലിയ വിമർശനമുണ്ടായി. യോഗി അധികാരമേറ്റ 2 വർഷത്തിനുള്ളിൽ തന്നെ 17,745 ക്രിമിനലുകൾ കീഴടങ്ങുകയോ ജാമ്യം റദ്ദാക്കി ജയിലിലേക്ക് മടങ്ങുകയോ ചെയ്തിട്ടുണ്ട്. ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട വികാസ് ദുബെയ്ക്ക് പോലീസിൽ തന്നെ അടുപ്പക്കാരുണ്ടായിരുന്നു. പോലീസ് എൻകൗണ്ടറിൽ തീർക്കുമെന്ന പോലീസിൽ നിന്നു തന്നെ അയാൾക്ക് മുന്നറിയിപ്പ് കിട്ടുകയും ചെയ്തു. കുറ്റവാളികളോട് യാതൊരു ദാക്ഷിണ്യവും വേണ്ട എന്നാണ് മുകളിൽ നിന്നുള്ള ഉത്തരവ് എന്ന് DGP OP സിംഗ് വെളിപ്പെടുത്തിയിരുന്നു. യാതൊരു സമ്മർദ്ദത്തിനും പോലീസ് വഴങ്ങാതിരുന്നതുകൊണ്ട് ആസൂത്രിത കുറ്റകൃത്യങ്ങളിൽ വലിയ കുറവുണ്ടായി. സമർത്ഥരായ പോലീസ് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുത്ത് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടായിരുന്നു കളത്തിലിറക്കിയിരുന്നത്. പോലീസ് നിയമനത്തിൽ ഇടപെട്ടിരുന്ന മാഫിയ സംഘങ്ങളെ നിയന്ത്രിച്ചതോടെ ക്രിമിനലുകളുടെ ഉറക്കം നഷ്ടപ്പെട്ടു. 2017 ജൂൺ 17 പുലർച്ചെ 2:30 ഷാംലി ജില്ലയിൽ IPS ഉദ്യോഗസ്ഥനായ അജയ് പാൽ ശർമ്മയുടെ നേതൃത്വത്തിലായിരുന്നു ആദ്യത്തെ ഏറ്റുമുട്ടൽ. ഒരു ബിസിനസ്സുകാരനെ കൊലപ്പെടുത്തിയതിന് 50,000 രൂപ വിലയിട്ടിരുന്ന വിപുൽ എന്ന ക്രിമിനലിനെ കാടിനുള്ളിൽ കയറി പോലീസ് സംഘം വെടിവെച്ചു വീഴ്ത്തി. ഒരു BJP നേതാവിനെ ബൈക്കിലെത്തി വെടിവെച്ചു വീഴ്ത്തിയ കേസിലും വിപുൽ പ്രതിയായിരുന്നു. പക്ഷേ വിപുൽ മരിച്ചില്ല. ചികിത്സയ്ക്കു ശേഷം അയാളെ മീററ്റ് ജയിലിലേക്ക് കൊണ്ടുപോയി. ഡോക്ടറായിരുന്ന അജയ് പാൽ ശർമ്മ ആ ജോലി ഉപേക്ഷിച്ചിട്ടാണ് IPS എടുത്തത്. ആദ്യ ഏറ്റുമുട്ടലിന് ശേഷം അജയ് പാൽ ശർമ്മയ്ക്ക് സർക്കാർ പുരസ്കാരം നൽകി. ആ വർഷം തന്നെ മുക്കീം കാല ഗാങ്ങിൽപ്പെട്ട
ഷാർപ്പ് ഷൂട്ടർ അഹമ്മദ് ഫർഹാനെ അജയ് പാൽ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കാലിൽ വെടിവെച്ച് വീഴ്ത്തി. മുഹമ്മദ് ഫർഖാനും ഇയാളുടെ 27 സംഘാംഗങ്ങളും ഇപ്പോൾ മുസാഫർപൂർ ജയിലിലാണ്. ഭീഷണിപ്പെടുത്തി പണം തട്ടിയതിൻ്റെ പേരിൽ നിരവധി കേസുകളുള്ള നൌഷാദ് ഡാനി, സർവർ എന്നിവരെ അജയ് പാൽ ശർമ്മയുടെ സംഘം 2017 ജൂലൈയിൽ വെടിവെച്ച് കൊലപ്പെടുത്തി. പോലീസിന് വിവരം നൽകുന്നവരെ കൊലപ്പെടുത്തുമെന്നുള്ള ഡാനിയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു ഇയാളെ ഏറ്റുമുട്ടലിൽ വധിച്ചത്. ഷാംലി, മീററ്റ്, മുസാഫർനഗർ, ബുലന്ദ് ഷഹർ, ഗാസിയാബാദ്, കൈരാന, ഭാഗ്പത്, സഹറൻപൂർ, നോയിഡ എന്നിവിടങ്ങളിലായിരുന്നു ക്രിമിനലുകളുടെ വിഹാര കേന്ദ്രങ്ങൾ. ഈ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് നിരവധി കിഡ്നാപ്പിങ്ങും ബ്ലാക്ക്മെയിലിങ്ങും കവർച്ചയും കൊലപാതകങ്ങളും നടന്നിരുന്നു. ക്രിമിനലുകളെ ഭയന്ന് ഇവിടങ്ങളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകുന്ന അവസ്ഥ വരെയുണ്ടായി. അജയ് പാൽ ശർമ്മയും മൻസിൽ സൈനി എന്ന വനിതാ IPS ഉദ്യോഗസ്ഥയുമാണ് ക്രിമിനലുകൾക്കെതിരെയുള്ള നടപടികൾക്ക് നേതൃത്വം നൽകുന്നത്. ഫിറോസാബാദിൽ ഒരു കുട്ടിയെ കിഡ്നാപ്പ് ചെയ്ത പ്രതിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയതോടെ സൈനിക്ക് ലേഡി സിംഗം എന്ന പേര് കിട്ടി. 2019 ഇവർക്ക് മികച്ച സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലും ലഭിച്ചു. പ്രതിയെ എൻകൗണ്ടറിലൂടെ വധിച്ച് കുട്ടിയെ രക്ഷപ്പെടുത്തിയ സൈനിയെ ഫിറോസാബാദിലെ തെരുവുകളിലൂടെ കുതിരപ്പുറത്തിരുത്തിയാണ് ജനങ്ങൾ ആനയിച്ചത്. ഇതിനുശേഷവും നിരവധി കൊടും ക്രിമിനലുകൾ UP പോലീസിന്റെ എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടു. എൻകൗണ്ടറിലൂടെ വധിക്കുമെന്ന് ഭയന്ന് പലരും കളം വിട്ടു. 2025 ഫെബ്രുവരി 4 വളം വിതരണക്കാരനായ മഹേന്ദ്ര ഗൗതമിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ബനാറസി യാദവിനെ എൻകൗണ്ടറിൽ കൊലപ്പെടുത്തി. തലയ്ക്ക് 1 ലക്ഷം രൂപ വിലയിട്ടിരുന്ന ക്രിമിനലായിരുന്നു ബനാറസി യാദവ്. വാരണാസിയിലെ ചൗബേപൂരിലുള്ള ബെരിയാസൻപൂർ റിംഗ് റോഡിൽ വെച്ച് UP പോലീസിന്റെ പ്രത്യേക ദൗത്യ സംഘം ബനാറസിക്ക് നേരെ തുരുതുര വെടിയുതിർത്തു. വെടികൊണ്ട് വീണ അയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കാനില്ലാതെ ഡോക്ടർമാർക്ക് മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. 2025 ജനുവരി 22 ചിത്രകൂട്ട് ജില്ലയിലെ ഒരു പ്രമുഖ വ്യാപാരിയുടെ മകനായ 14 വയസ്സുകാരൻ ആയുഷിനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി കൊലപ്പെടുത്തിയ ഇർഫാൻ അൻസാരി, സാവേ ഇമാൻ എന്നീ ക്രിമിനലുകളെ എൻകൗണ്ടറിലൂടെ കൊലപ്പെടുത്തി. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച സ്വന്തം സഹോദരിയുടെ 4 വയസ്സുള്ള മകളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ജാസിം എന്ന ക്രിമിനലിനെ വധിച്ചതാണ് ഏറ്റവും ഒടുവിലത്തെ എൻകൗണ്ടർ. കുട്ടിയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഒളിവിൽ പോയ ജാസിം വീടിനടുത്തുള്ള ഒരു കനാലിന് സമീപം എത്തി എന്നറിഞ്ഞതുകൊണ്ടാണ് പോലീസ് സംഘം അവിടേക്ക് കുതിച്ചെത്തിയത്. പോലീസിനെ കണ്ടതോടെ നാടൻ തോക്കുകൊണ്ട് ജാസിമും കൂട്ടാളികളും തങ്ങൾക്ക് നേരെ വെടിയുതിർത്തെന്നും സ്വയരക്ഷയ്ക്കായി അയാളെ വെടിവെച്ചു വീഴ്ത്തി എന്നുമാണ് പോലീസിന്റെ ഭാഷ്യം. വെടിയേറ്റ് വീണ ജാസിമിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. യോഗി അധികാരമേറ്റതിനു ശേഷമാണ് UPയിൽ ക്രിമിനലുകൾ ഒന്നൊതുങ്ങിയത്. രാജ്യത്ത് വധശിക്ഷ നടപ്പിലാക്കാത്തതാണ് കുറ്റവാളികൾക്ക് പ്രോത്സാഹനമാകുന്നത്. രാജ്യദ്രോഹവും കൂട്ടക്കൊലയും ചെയ്തവർക്ക് പോലും വധശിക്ഷയില്ല. പേരിന് വധശിക്ഷയ്ക്ക് വിധിച്ചാൽ തന്നെ മേൽക്കോടതികളും രാഷ്ട്രപതിയുടെ ദയാഹർജിയും അടക്കമുള്ള വഴികൾ കുറ്റവാളികൾക്ക് മുന്നിലുണ്ട്. നിയമത്തിൻ്റെ മുന്നിൽ ചിലതൊക്കെ തെറ്റാകാം, പക്ഷേ ധർമ്മം സംരക്ഷിക്കാൻ കുറച്ച് അധർമ്മം പ്രവർത്തിക്കുന്നതിന് ന്യായീകരണവുമുണ്ട്. കൊല്ലപ്പെടുന്ന ക്രിമിനലുകളുടെ ചെയ്തികൾ എൻകൗണ്ടറിലൂടെ വധിക്കുന്ന പോലീസുകാർക്ക് താരപരിവേഷം നൽകാറുണ്ട്. സ്ത്രീപീഡന കേസുകളിലും ശിശുപീഡന കേസുകളിലുമൊക്കെ ജനങ്ങൾ പോലീസിനോടൊപ്പം നിൽക്കും. പക്ഷേ ജനവികാരവും പ്രതിച്ഛായയും എന്തുതന്നെയായാലും ശിക്ഷ നടപ്പാക്കാനുള്ള അധികാരം പോലീസിനില്ല എന്നുള്ളതാണ് വസ്തുത. അലഹാബാദ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും പലവട്ടം ഇടപെട്ടിട്ടും UPയിലെ എൻകൗണ്ടർ ഇപ്പോഴും തുടരുന്നു. കൊടും കുറ്റവാളികൾ പോലും ശിക്ഷിക്കപ്പെടാതെ പോകുന്നതും കുറ്റവാളിയെന്ന് കോടതി വിധിക്കുന്നവർക്ക് അർഹമായ ശിക്ഷ കിട്ടാതെ പോകുന്നതും ജയിലിലും ലോക്കപ്പിലുമെല്ലാം കുറ്റവാളികൾക്ക് വഴിവിട്ട സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും കിട്ടുന്നതുമൊക്കെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ നിരാശയുണ്ടാക്കുന്നതാണ്. കുറ്റകൃത്യങ്ങൾ തടയേണ്ട പോലീസിനും കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കേണ്ട പ്രോസിക്യൂഷനും കോടതികൾക്കും സർക്കാരിനുമെല്ലാം ജനങ്ങളുടെ നിരാശയിൽ ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ വരുമ്പോൾ എൻകൗണ്ടറുകളും ബുൾഡോസർ ഇടിച്ചു നിരത്തലുകളും നടന്നു എന്ന് വരും. അതുകൊണ്ട് അധികാരമില്ലാത്ത സാധാരണക്കാരായ പൊതുജനങ്ങൾ ഇതെല്ലാം കണ്ടു നിൽക്കുകയും കൈയടിക്കുകയും ചെയ്യും.